ഇന്നത്തെ റെസിപ്പി ചിക്കൻ ബർഗറാണ്. ചിക്കൻ ബർഗർ ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത്? ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയാലോ. ഇതിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ പാറ്റീസിന് വേണ്ടി ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മിൻസ് ചെയ്തെടുക്കാം. ഇതൊരു ഫുഡ് പ്രോസസ്സറിലോട്ട് ഇട്ട് മിൻസ് ചെയ്തെടുക്കാം. ഫുഡ് പ്രോസസ്സർ ഇല്ലെങ്കിൽ നോർമൽ ബ്ലെൻഡർ യൂസ് ചെയ്താലും മതി. നോർമൽ മിക്സി ഉണ്ടല്ലോ, അത് യൂസ് ചെയ്താലും മതി. ഈ ചിക്കൻ മിൻസ് റെഡിയാണ്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. ചില്ലി ഫ്ലേക്സ്, ഫ്രഷ് ക്രീം, garlic paste, lemon juice, pepper, salt, പിന്നെ കുറച്ച് മല്ലിയില, ഇതും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ബർഗർ പാറ്റീസ് റെഡിയാക്കി എടുക്കാം. കുറച്ച് ഓയിൽ തടവിയ കയ്യിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം. ഇനി ഞാനൊരു എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്തതാണ്. അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്യാം. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ബർഗർ പാറ്റീസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ബർഗർ പാറ്റീസ് റെഡിയായി വരുമ്പോഴേക്കും നമുക്കിതിന് ആവശ്യമുള്ള സോസ് റെഡിയാക്കി എടുക്കാം. ഈ സോസിലോട്ട് 2 ടേബിൾ സ്പൂൺ മയോണൈസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും പിന്നെ 2 ടീസ്പൂൺ മസ്റ്റർഡ് സോസും ചേർത്ത് റെഡിയാക്കിയെടുത്ത സോസാണിത്. ഇനി മസ്റ്റർഡ് സോസ് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ഹണി ആഡ് ചെയ്തിട്ട് മയോണൈസും കെച്ചപ്പും ഹണിയും കൂടെ മിക്സ് ചെയ്തൊരു സോസ് റെഡിയാക്കി എടുക്കാം. സോ നമ്മൾ ബർഗർ പാറ്റീസ് ഇവിടെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബർഗർ ബണ്ണിലോട്ട് വെച്ച് സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി എടുക്കാം. നമ്മൾ ബർഗർ ബൺ നമുക്കൊന്ന് ബട്ടർ സോട്ട് ചെയ്തെടുക്കാം. ബട്ടർ സോട്ട് ചെയ്ത ബണ്ണിലോട്ട് സോസ് ആഡ് ചെയ്യാം. സോസ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാം. സോസ് ആഡ് ചെയ്തതിന് ശേഷം വെജീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ലെറ്റൂസും ഉള്ളിയുമാണ് ആഡ് ചെയ്യുന്നത്. കൂടുതൽ വെജിറ്റബിൾസ് വേണമെങ്കിൽ കൂടുതലായിട്ടും ആഡ് ചെയ്യാം. ടൊമാറ്റോ ആഡ് ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബർഗർ പാറ്റിയും കൂടെ ആഡ് ചെയ്ത് ചീസും കൂടെ വെച്ച് നമ്മളെ ഹോം മെയ്ഡ് ബർഗർ ഇവിടെ റെഡിയാണ്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈസി ആയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.